ദൈവ തിരുനാമത്തിന് മഹത്വം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഖുർആനിൽ ബൈബിൾ പ്രമേയങ്ങളോ വ്യക്തികളോ അതിവിദഗ്ധമായി കടന്നു വന്ന വിഷയത്തെക്കുറിച്ചുള്ള വിശകലനമായിരുന്നു. 7 സ്വർഗങ്ങളിലൂടെ മുഴുവൻ അലഞ്ഞിട്ട് ബൈബിളിൽ പരിചയപ്പെടുത്താത്ത എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു എന്ന് പറയുന്ന ഖുർആനും ഇസ്ലാമിനും ഒരാളെയും കണ്ടുപിടിക്കാൻ മുഹമ്മദിന് സാധിച്ചില്ല എന്ന വസ്തുതയാണ് വളരെ ശക്തിയുക്തം തെളിവുകളോടെ സമർത്ഥിച്ചത്. ഇതിനു മുമ്പും ഖുർആൻ എങ്ങനെ ബൈബിളിനെ കോപ്പിയടിച്ചു എന്ന കാര്യം പല വീഡിയോകളിലൂടെ നമ്മൾ സമർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രമേയങ്ങളോട് പ്രതികരിച്ചുകൊണ്ടാകണം മിസ്റ്റർ MM അക്ബർ സാഹിബ് ഒരു വീഡിയോ പുറത്തിറക്കി. അതിൽ അദ്ദേഹം പോയിൻ്റുകൾ നിരത്തിക്കൊണ്ട് ഖുർആനിൽ കോപ്പിയടി ഇല്ല, ബൈബിളിലെ വിഷയങ്ങളൊന്നും കോപ്പിയടിച്ചിട്ടില്ല എന്ന ശുദ്ധമായ ഒരു നുണ അതിവിദഗ്ധമായി അവതരിപ്പിക്കുന്നുണ്ട്. അത് അക്ഷരാഭ്യാസമുള്ള ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മദ്രസയിൽ പഠിക്കുന്ന മദ്രസ പഠനമുള്ള ആളുകൾ അദ്ദേഹം പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ ചില പോയിൻ്റുകൾ ഞാൻ വസ്തുതയ്ക്ക് വിശകലനത്തിനും വിധേയമാക്കുകയാണ്. അക്ബർ സാഹിബ് പറയുന്നത്, മുഹമ്മദ് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലമുള്ള ഭൂപ്രദേശം അറേബ്യ, അവിടെയെങ്ങും അദ്ദേഹത്തിന് പരിചയപ്പെടാൻ പാകത്തിന് ക്രൈസ്തവരോ യഹൂദന്മാരോ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ബൈബിളോ ബൈബിളിലെ ആശയങ്ങളോ ലഭിക്കുക? ലഭിച്ചിട്ടുള്ളവ മലക്ക് കൊടുത്ത അള്ളാഹുവിൻ്റെ വചനത്താൽ കിട്ടിയ ദിവ്യപ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തെറ്റ്. കാരണം ഏതാണ്ട് AD 70 തന്നെ നമുക്കറിയാൻ സാധിക്കുന്ന പോലെ ഉത്തര അറേബ്യൻ പ്രദേശത്തേക്ക് ഒരു വലിയ യഹൂദ കടന്ന് കയറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് ഹിമ്യർ എന്ന ഭരണകൂടത്തെക്കുറിച്ച്. ആ ഹിമ്യർ ഭരണകൂടത്തിൻ്റെ അവസാനത്തെ ഭരണാധിപനായിരുന്ന ദു നുവാസ്, അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. യഹൂദനായ ദു നുവാസിനെ അബീസീനിയൻ ഭരണകൂടം ബൈസാന്ത്യൻ ചക്രവർത്തിയുടെ നിർദ്ദേശമനുസരിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുകയാണ്. അതിന് തോൽപ്പിക്കാൻ കാരണം ക്രൈസ്തവർക്ക് ഹിമ്യർ ഭരണകൂടത്തിൻ്റെ കീഴിലുണ്ടായ ചില ദുരിതങ്ങൾ സംബന്ധിച്ച് അവർ ദുഃഖിതരായി പീഡിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ ബൈസാന്ത്യൻ ചക്രവർത്തിയോട് രക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അദ്ദേഹം അബീസീനിയൻ ഭരണകൂടത്തെ ക്രൈസ്തവരെ രക്ഷിക്കാൻ വേണ്ടി ദു നുവാസിനെതിരെ ശക്തിപ്പെടുത്തി അയക്കുകയും അങ്ങനെ ഹിമ്യർ ഭരണകൂടം തകർന്നടിയുന്ന ഒരു കാഴ്ച നമ്മൾ പിൽക്കാലത്ത് കാണുന്നുണ്ട്. ഇതൊക്കെ നബിക്ക് മുമ്പാണ്. അപ്പോൾ അബീസീനിയയിൽ ക്രൈസ്തവരുടെ എണ്ണം വളരെയായിരുന്നു. യമൻ്റെ ഭാഗങ്ങളിൽ ക്രൈസ്തവരുടെ എണ്ണം വളരെയായിരുന്നു. AD 300 ശക്തിമത്തായ ക്രൈസ്തവ യഹൂദ സാന്നിധ്യം അറബി ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത്, തിയോഡർ ഇൻഡസ് എന്നു പേരായ ഒരു മിഷനറി AD 356 കോശൻ്റെയും ചക്രവർത്തിയുടെ നിയോഗമനുസരിച്ച് അറേബ്യൻ ഭൂപ്രദേശങ്ങളിൽ ബൈബിൾ പ്രചരണാർത്ഥം വന്നിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണ് ഒരുത്തി വിശരിച്ചു പോകുന്നത്? അക്ബർ സാഹിബ് ഒന്നുകിൽ വ്യാജം പറയുന്നു, അല്ലെങ്കിൽ ഈ ചരിത്രം അറിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ അറിയുക, അക്ബർ സാഹിബ് പറഞ്ഞത് ചരിത്രപരമായി തെറ്റാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് അദ്ദേഹത്തിന് ക്രൈസ്തവരോട് ഇടപഴകാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, സമയവും ലഭിച്ചിട്ടുണ്ട്, വഹയി കിട്ടിക്കഴിഞ്ഞ സമയമുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, വറക്കത്ത് ഇബ്നു നൗഫൽ ഉണ്ടല്ലോ, ഖദീജയുടെ കസിൻ. ഈ ഖദീജയുടെ കസിൻ അദ്ദേഹത്തിൽ നിന്നാണ് മുഹമ്മദ് തൻ്റെ പ്രവാചക ലബ്ധി ഉറപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹം ഒന്ന് പരാമർശിച്ച് പോകുന്നുണ്ട്. കാരണം ഈ വറക്കത്ത് ബിൻ നൗഫൽ കാര്യമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനൊന്നും ഇസ്ലാം മതത്തിന് ചെയ്തിട്ടില്ല എന്നാണ് ഇവരൊരു വാദം. ഉണ്ട്, വലിയ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതിന് കാരണമുണ്ട്. മുഹമ്മദിനുണ്ടായ
ആ ദൈവ വിളിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഹിമ്ര ഗുഹയിൽ വെച്ച് കിട്ടിയ ആ ഹിറ ഗുഹയിൽ വെച്ച് കിട്ടിയ ആലോചനയുണ്ടല്ലോ, അത് എന്താണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തത് ഈ ബറക്കത്ത് ഇബ്നു നൗഫലാണ്. എൻ്റെ കസിൻ അങ്ങയുടെ സഹോദരൻ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് പറയുന്നത് കേൾക്കൂ എന്ന് ഖദീജ ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, താങ്കൾ ഈ പ്രവാചകലബ്ധി കൈവരിച്ചു വരുന്നൊരു കാലത്താണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ താങ്കളെ അനുഗമിക്കുമായിരുന്നു. എന്നിട്ട് താങ്കളോട് ദിവ്യപ്രബോധനം അരുളിയത് മൂസയ്ക്കും ഈസയ്ക്കുമൊക്കെ ആലോചന കൊടുത്ത അതേ അള്ളാഹുവാണ്. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇബ്നു നൗഫൽ അല്ലെങ്കിൽ ബറക്കത്ത് ഇബ്നു നൗഫൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഈ കഥ കേട്ടാണ്, ഈ വ്യാഖ്യാനം കേട്ടാണ് ഇസ്ലാം മതം പിറവി കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റാന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യത്തിലെ ആധാരമാക്കിയാണ് ഇദ്ദേഹം ഒരു നിലപാടുറപ്പിക്കുന്നത്. അതിനു മുന്നമേ ഇദ്ദേഹത്തിന് മൂസ അല്ലെങ്കിൽ മോശയെക്കുറിച്ചറിയാം, ഈസയെക്കുറിച്ചറിയാം. കാരണം യഹൂദന്മാരും ക്രൈസ്തവരും ധാരാളമായുണ്ട്. ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ ചോദിക്കണ്ടേ ആരാണ് ഈ മോശ? അങ്ങനൊരു ചോദ്യം കാണുന്നില്ല. ചോദ്യം കാണാത്തിടത്തോളം അദ്ദേഹത്തിന് മോശയെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്, അദ്ദേഹത്തിന് ഈസയെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്, തൗറത്തിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്. അതിന് പറയുന്നൊരു മറുപടി ഇദ്ദേഹം ഇല്ലിട്രേറ്റാണ്. എത്രയോ ഇല്ലിട്രേറ്റായ ആളുകൾക്ക് ഇതൊക്കെ ഇപ്പോഴും അറിയാം. ഖുർആൻ അറിയാവുന്ന ഇല്ലിട്രേറ്റായ ആളുകളില്ലേ, അതിലെ ഉള്ളടക്കങ്ങൾ, ബൈബിൾ അറിയാവുന്ന ഇല്ലിട്രേറ്റായ ഭക്തന്മാരായ ആളുകളില്ലേ. അപ്പോൾ എഴുത്തും വായനയും അറിയില്ല എന്ന് പറയാം, അത് തന്നെ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കാരണം അദ്ദേഹം കച്ചവടത്തിന് നേതൃത്വം നൽകിയ ആളും പണം കണക്ക് പറഞ്ഞു വാങ്ങാനും കൊടുക്കാനും ഒക്കെ കഴിയുന്ന ആളും ഒക്കെയാണ്. അന്നത്തെ അക്ഷരമാലയും അതുപോലെ ഈ ലിപികളും തമ്മിലുള്ള ആ ബന്ധവും ഒക്കെ നമുക്കറിയാം. അതൊക്കെ തെളിയിക്കപ്പെട്ടുള്ള സത്യമാണ്. അപ്പോൾ ഏതായാലും മുഹമ്മദ് തൗറത്തിനെക്കുറിച്ച് അതുപോലെ സുവിശേഷത്തെക്കുറിച്ച് ഈസയെക്കുറിച്ച് മൂസായെക്കുറിച്ച് ഒക്കെ കേട്ടിട്ടില്ല എന്ന് പറയുന്നത്, ആദ്യം കേൾക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. മലക്കറിയിച്ചു കൊടുത്തപ്പോഴാണ് ഇതൊക്കെ കേട്ടത് എന്ന വാദം ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല. ആദ്യം അത് മനസ്സിലാക്കുക. രണ്ടാമതായിട്ടുള്ള കാര്യം, അക്ബർ സാഹിബ് പറയുന്നത് ഈ ബൈബിളിൽ പല കാര്യങ്ങളും ചരിത്ര വസ്തുതകൾ എഴുതി വന്ന വഴിക്ക് തെറ്റുണ്ട്. ആ തെറ്റുകളൊന്നും ഖുറാനിലില്ല, മറിച്ച് ബൈബിൾ ഒത്തിരി ശരിയുണ്ട്. ആ ശരികളൊക്കെയാണ് ഖുറാനിൽ വന്നത്. അപ്പോൾ ബൈബിളിലെ ശരികളൊക്കെ അതിൽ വന്നു, അതിലെ തെറ്റുകളുണ്ട്, അതിൽ വന്നിട്ടില്ല. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബൈബിൾ എഴുത്തുകാർ ഫറവോൻ എന്നാണ് ഉച്ചരിച്ചത്, പക്ഷേ ഖുറാനിൽ ഫിർ ഔൻ എന്നാണ് കാണുന്നത്. ആ ഉച്ചാരണം തന്നെ നമുക്കറിയാം ലിഭ്യന്തരീകരണമാണ്. എബ്രായ ഭാഷയിലൊരു കാര്യം പറയുമ്പോൾ ഭാഷയിൽ വരുന്ന ഉച്ചാരണപരമായ വ്യതിയാനമുണ്ടെന്ന് നമുക്കറിയാം. ഇനി അദ്ദേഹം പറയുന്ന ഒരു കാര്യം ബോധപൂർവം വരുത്തിയ തെറ്റാണോ അല്ല എങ്കിൽ സംഭവിച്ചു പോയ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. അറിവില്ലായ്മ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, എങ്കിലും ഒരു ഗുരുതര തെറ്റുണ്ട്. എന്താണ് തെറ്റ്? ഈജിപ്ഷ്യൻ വിജ്ഞാന ശാഖയുണ്ട്. അവരിന്ന് പൗരാണികങ്ങളായ ഈജിപ്തിലെ എഴുത്തുകൾ പലതും വായിച്ച് പഠിക്കാനും വിശകലനം ചെയ്യാനും കഴിയത്തക്ക വിധം വളർന്നു. പിരമിഡിനുള്ളിൽ രേഖപ്പെടുത്തിയ വസ്തുതകളുണ്ട്, എഴുത്തുകളുണ്ട്, ഇവയൊക്കെ മനസ്സിലാക്കാനായിട്ട് വളർന്നു. ഇത് വിശദീകരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം പറയുകയാണ്, അവിടെ എഴുതിയിട്ടുള്ള ക്യൂണിഫോം ലിപികളെല്ലാം ഇന്ന് ചർച്ച ചെയ്യുന്നു. അവിടെയെല്ലാം ഉള്ളത് യോസെഫിൻ്റെ പേരിനെക്കുറിച്ചുള്ള വിശദീകരണം, ഇതൊക്കെ പുരാവസ്തു ഗവേഷകർ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ക്യൂണിഫോം ലിപിയല്ല. ഈജിപ്തിൻ്റെ തനതായ എഴുത്ത് ശൈലി ക്യൂണിഫോം അല്ല, മറിച്ച് ക്യൂണിഫോം ലിപികൾ സുമേറിയന്മാരുടേതാണ്. സുമേറിയന്മാരാരാണ് എന്ന് നമുക്കറിയാം, അത് ബാബിലോണിലെ ഒരു ഉപവിഭാഗമാണ്. അപ്പോൾ സുമേറിയൻ ആ പദത്തിന് തന്നെ കറുത്ത തലയുള്ള മനുഷ്യരെന്നാണ് അർത്ഥം. കാരണം ഇതര ആളുകളുടെ മുടിക്ക് ചുവപ്പ് നിറവും വെള്ള നിറവും ഒക്കെ വന്നപ്പോൾ കറുത്ത മുടിയുള്ള മനുഷ്യരെ സുമേറിയന്മാരെന്ന് വിശ്വസിച്ചു. ഈ സുമേറിയന്മാരാണ് ലോകത്തിന് തന്നെ ആലേഖന വിദ്യ കൊടുക്കുന്നത്. ആലേഖന വിദ്യ കൊടുക്കുന്ന സുമേറിയന്മാർ എഴുതിയ എഴുത്തുകളുടെ പ്രത്യേകത നഖത്തിൻ്റെയോ ആപ്പിൻ്റെയോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വിയുടെയോ വിധത്തിലുള്ള ലിപികൾ, ആ ലിപികൾ തിരിച്ചും മറിച്ചും നമ്മൾ ഈ ഗ്രേറ്റ് ദാനം ലെസർ ദാനം ഒക്കെ എഴുതുന്നത് പോലെയുള്ള ചില എഴുത്ത് ശൈലികളാണ് ക്യൂണിഫോമിലുള്ളത്. അതല്ല ഈജിപ്ഷ്യൻ റൈറ്റിംഗ് സ്റ്റൈൽ, മറിച്ച് ഈജിപ്തുകാർ സ്വീകരിച്ചു പോന്നത് ഒരു തരം ചിത്രലിപികളാണ്. ആ ചിത്രലിപികളെ ഹിറോഗ്ലിഫിക്സ് എന്നാണ് പറഞ്ഞു വന്നത്. ഹിറോഗ്ലിഫിക്സ് ആയിരുന്നു ഈജിപ്തിൽ നിലനിന്നിരുന്നത്. ഹിറോഗ്ലിഫിക്സ് എന്ന പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഉണ്ട്. അവയിൽ നിന്നൊക്കെ ഇതര ഭാഷകൾ ഒത്തിരി പ്രചോദനം കൈക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ദേവനാഗര ലിപി പോലെ ക്യൂണിഫോം പോലെ അവരുടെ ലിപിയായിരുന്നു ഹിറോഗ്ലിഫിക്സ്. അപ്പോൾ ഹിറോഗ്ലിഫിക്സിന് പകരം ക്യൂണിഫോമാണ് അവിടെ കണ്ടതെന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് കാലഘട്ടത്തിലെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അതിലിങ്ങനെ ക്യൂണിഫോം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആധികാരിക കിട്ടുമെന്നാണോ ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് ധരിച്ചതെന്ന് എനിക്കതിൽ അറിയില്ല. ഏതായാലും അത് വളരെ ഗുരുതരമായ ഒരു പാകപ്പിഴ തന്നെയായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്
അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ ഖുർആൻ എന്ന് പറയുന്ന കൃതിയിൽ മുഹമ്മദിന് കിട്ടിയവയെല്ലാം അരുളപ്പാടാണ്. അരുളപ്പാടെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ അതിലെ പ്രോബ്ലം കേൾക്കുക. ഒന്നാമത്തെ കാര്യം, ആരാണ് ഖുർആൻ്റെ എഴുത്തുകാർ? ഇസ്ലാമിക വിഷൻ അനുസരിച്ച് അത് മുഹമ്മദാണ്. മുഹമ്മദ് ആരാണ്? അത് എഴുതാനുള്ള മുഹമ്മദിൻ്റെ യോഗ്യത എന്താണ്? അതിൻ്റെ കാരണം മുഹമ്മദ് അന്ത്യപ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ആരാണ് പറഞ്ഞത്? അത് ഖുർആനാണ് പറഞ്ഞത്. ഖുർആൻ പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് മുഹമ്മദ് പ്രവാചകനാണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്ന് എങ്ങനെ പറയാം? അത് പ്രോഫറ്റ് മുഹമ്മദാണ് എഴുതിയത്. പ്രോഫറ്റ് മുഹമ്മദ് എഴുതാണെന്ന് മുഹമ്മദിനെ പ്രോഫറ്റാക്കിയതാരാണ്? ഖുർആനാണ്. ചുരുക്കത്തിൽ ഖുർആനെ ദിവ്യരുളപ്പാടാക്കിയത് മുഹമ്മദും അള്ളാഹുവുമാണ് ഒരുമിച്ച് ചേർന്നുകൊണ്ട്. ഇനി അള്ളാഹുവിനെ ഏകസത്യദൈവമായിട്ട് ഉയർത്തിക്കാട്ടിയത് മുഹമ്മദാണ്. മുഹമ്മദിനെ പ്രവാചകനാക്കുന്നത് ഖുർആനാണ്. ഖുർആൻ, മുഹമ്മദ്, അള്ളാഹു എന്നിങ്ങനെയുള്ള ഈ സംഭവങ്ങളിൽ കിടന്നുകൊണ്ട് പുറത്തിറങ്ങാനാവാത്ത ഒരു സർക്കുലേറ്റിംഗ് ആർഗ്യുമെൻറ്റിനപ്പുറത്തേക്ക് ഇദ്ദേഹം പ്രവാചകനായിരുന്നെന്നോ അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു പുതു സത്യം സ്ഥാപിക്കാൻ അവതരിച്ച യുഗപുരുഷനാണെന്നോ ഒന്നും പറയത്തക്ക ഒരു തെളിവും ഖുർആന് പുറത്തില്ല. ഉള്ള തെളിവുകൾ എന്ന അവകാശവാദങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നവയുമല്ല. അപ്പോൾ എന്നെപ്പോലൊരു പ്രവാചകനെ യഹോവയായ ദൈവം നിങ്ങൾക്ക് അയച്ചു തരും എന്നൊക്കെയുള്ള വാദം മുഹമ്മദിൽ നിവൃത്തിയായി എന്നുള്ള ആ വിശകലനം പോലും പണ്ടേ കാറ്റിൽ പറത്തി കളഞ്ഞതാണ്. എനിക്ക് ശേഷം സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, അവിടുന്ന് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും എന്ന യോഹന്നാനിലെ പ്രഖ്യാപനമാണ് അടുത്തായിട്ട് പറയുന്നത്. ഇവ രണ്ടും ഒരു വിധത്തിലും ചേരൂല. സത്യസന്ധനായ യേശുക്രിസ്തുവിന്, വളരെ മാന്യതയുടെ ജീവിതം ലോകത്തെ പഠിപ്പിച്ച യേശുക്രിസ്തുവിന് മുഹമ്മദിനെപ്പോലൊരു അനുയായി ഉണ്ടാവുക സ്വീകാര്യമായ കാര്യമല്ല. മുഹമ്മദിനെപ്പോലെ ഒരു അനുയായിയെ ഒരിക്കലും ക്രിസ്തീയ വിശ്വാസത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ആളുമല്ല. അല്ല എങ്കിൽ അദ്ദേഹം മാനസാന്തരപ്പെട്ട് പാപത്തിൻ്റെ കറപുരണ്ട മലീമസമായ ജീവിതത്തെ വിട്ട് അദ്ദേഹം രക്ഷാനുഭവം എന്ന ക്രിസ്തീയ അനുഭവത്തെ പ്രാപിക്കേണ്ടതുണ്ട്. അതൊന്നുമില്ലാത്ത ഒരു നിബിഡമായ ജീവിതത്തിലൂടെ തുടർന്നു പോയ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അധാർമികതകൾ വിലയിരുത്തുമ്പോൾ അക്ബർ സാഹിബിനെ പോലുള്ള ആളുകൾ അതിന് പ്രവാചക നിന്ന എന്ന് പറഞ്ഞ് കരയുന്നത് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ മനുഷ്യൻ നിങ്ങൾ കരയേണ്ടി വരുന്നത് പ്രവാചക ചര്യകളിൽ കണ്ട ഇത്തരത്തിലെ അധാർമിക ജീവിതം എന്നതുകൊണ്ടാണ്. അവിടെ എടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പെട്ടെന്ന് വ്യാഖ്യാനിച്ചു പോകുന്നൊരു ശൈലിയുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ബൈബിൾ എഴുത്തുകാർ അവരുടെ ശ്രദ്ധയിൽ കണ്ട ചില കാര്യങ്ങൾ എഴുതിയപ്പോൾ തെറ്റുപറ്റിപ്പോയി. അങ്ങനെയുള്ള ഒരു തെറ്റും ഖുർആനിലില്ല. ഞങ്ങൾക്കങ്ങനെ ഈ വ്യാഖ്യാനിച്ച് ഒരു കാര്യത്തെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ നിങ്ങളുടെ അവസ്ഥ എന്താണ് അക്ബർ സാഹിബ് നിങ്ങളുടെ അവസ്ഥ? ഖുർആനിൽ പറയുന്ന ഒരു പരാമർശത്തെ, വളരെ വ്യക്തമായി കിടക്കുന്നൊരു പരാമർശത്തെ അതേപടി ഉൾക്കൊണ്ടാൽ വരുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാം. മറിച്ച് അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ ഇറങ്ങി വന്ന് അത് വ്യാഖ്യാനിച്ച് തരുന്നില്ല എങ്കിൽ സംഭവിക്കുന്നത് ഖുർആന് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥ വരും. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് അതിനുവേണ്ടി പറഞ്ഞുതരാം. ഈ ഖുർആനിൽ 33-ാം അധ്യായത്തിൽ ആയത്തിൽ സൂറത്തിൽ 50-ാമത് വാക്യം നിങ്ങൾ അല്ലെങ്കിൽ ആയത്ത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ള നിൻ്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് അധീനപ്പെടുത്തിയ കൂട്ടത്തിൽ നിൻ്റെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിൻ്റെ പിതൃവ്യൻ്റെ പുത്രിമാർ, നിൻ്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിൻ്റെ അമ്മാവൻ്റെ പുത്രിമാർ, നിൻ്റെ മാതൃ സഹോദരിയുടെ പുത്രിമാർ എന്നിങ്ങനെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്താണ് കാര്യം. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ തൻ്റെ ശരീരം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. അതാണ് വളരെ രസകരമായ കാര്യം. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമായുള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയ അവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചത് നമുക്കറിയാം. ബാക്കിയുള്ളവർക്കൊരു നിയമവും മുഹമ്മദിന് മറ്റൊരു നിയമവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മുഹമ്മദിൻ്റെ അനുഗാമിയാകാൻ സാധിക്കുന്നത്? ഇതിന് 100 വ്യാഖ്യാനം പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അടുത്തതാണ് രസകരം. എന്തായിരുന്നു വ്യാഖ്യാനം പറയുന്നത് അക്കാലത്ത് വിധവമാർ, യുദ്ധത്തിൽ പെട്ടുപോയ വിധവമാരൊത്തിരിയുണ്ട്. അതുപോലെ യുദ്ധത്തിന് വേണ്ടി വന്ന ആളുകളുടെ ഭർത്താക്കന്മാരെ കൊന്നുകളയുമ്പോൾ അവരെ സ്വീകരിക്കണ്ടേ, അവരെ സംരക്ഷിക്കണ്ടേ? മാത്രമല്ല അവിടുന്ന് യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വരുന്ന ആളുകൾ രാജാവിനെ കൊന്നിട്ട് അല്ലെങ്കിൽ ജനനായകനെ കൊന്നിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ അവരെ വിവാഹം കഴിക്കാൻ തത്തുല്യ റാങ്കിലുള്ള ഒരാൾ വേണ്ടേ? ചുരുക്കത്തിൽ കാരുണ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ്
ഈ കല്യാണമൊക്കെ കഴിച്ചത്. 6 വയസ്സുള്ള കുട്ടിയെ കണ്ടപ്പോൾ കാരുണ്യം തോന്നി എന്നൊക്കെ പറയുന്നത് എത്ര ഹീനവും മ്ലേച്ഛവുമാണ്. അതിന് പുതിയ കാരണങ്ങൾ കണ്ടുപിടിക്കുക. മുഹമ്മദ് ഈസ കുറേ കൂടി വ്യക്തമായ പുതിയൊരു കാരണം കണ്ടുപിടിച്ചു. അത് 19 വയസ്സ് വരെ കൂട്ടിയിട്ട് കളഞ്ഞു. ഭയങ്കര സംഭവമാണ്. അപ്പോൾ മുഹമ്മദ് ഈസ പോലെ ആൾ അവിടെ വന്നുകൊണ്ടുള്ളൊരു ഗുണമാണ് 6 വയസ്സുകാരിക്ക് നോക്കി നിൽക്കെ ഏതോ ഒരു മരുന്ന് കൊടുത്ത് 19 വയസ്സിലേക്ക് അവരെ ഉയർത്തുന്ന കാഴ്ച കണ്ടത്. ഏതായാലും ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. പക്ഷേ ഖുർആൻ വ്യാഖ്യാനിക്കാതെ കിടക്കുന്നൊരു കാര്യമുണ്ട്. ഇത് നിനക്ക് നാം ഒരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകാതിരിക്കാനാണ് ഈ പെണ്ണിനെ എല്ലാം കൂടെ കൊടുത്തത്. നിങ്ങളെന്താണ് പറയുന്നത്? നിങ്ങളെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? നിങ്ങൾ പറയുന്ന കാരുണ്യം കൊണ്ട് മുഹമ്മദ് ഇതൊക്കെ ചെയ്തു. പക്ഷേ ഖുർആൻ പറയുന്നത് അങ്ങനല്ല. ഇദ്ദേഹത്തിന് ഒരു വിഷമവും ഉണ്ടാകരുത്. ഒരു സ്ത്രീക്ക് ദാനം ചെയ്യണമെന്ന് തോന്നി തന്നെ എന്തോ ഒരു ആഭാസമാണ് ഈ പറയുന്നത്, എന്തോ ഒരു മ്ലേച്ഛതയാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ മുഹമ്മദിൻ്റെ ഇതൊക്കെ ആസ്വദിക്കാം, മറ്റാരും ഇത് ചെയ്യാനും പാടില്ല. കാരണം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് നല്ല അറിവുണ്ട് അള്ളാഹുവിന്. പക്ഷേ ഈ കാര്യത്തിൽ അള്ളാഹു മുഹമ്മദിന് വിട്ടുവീഴ്ച ചെയ്യേണ്ട കാരണം പറയാം, നിനക്ക് ഒരു വിഷമവും വരാതിരിക്കാൻ. അതെന്താ, മുഹമ്മദിന് ഒരു സ്ത്രീയെ കണ്ടു കഴിയുമ്പോൾ വിഷമം ഉണ്ടാകുമോ? അപ്പോൾ അതങ്ങ് അനുവദിച്ചു കൊടുക്കുകയാണോ ശ്രേഷ്ഠത? ഇത് നിങ്ങൾ വ്യാഖ്യാനിച്ചൊരു പരിവായി. ഇപ്പോൾ ഇത് കേട്ടിട്ട് പറയും പ്രവാചകനെ നിന്ദിച്ചു, അതുകൊണ്ട് കേൾക്കാൻ മനസ്സില്ല. ഞങ്ങളിങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഖുർആൻ സംഭവങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരും. ഇത് എൻ്റെ മുമ്പിൽ ഇപ്പോൾ രസകരമായൊരു കാര്യമുണ്ട്. ബൈബിളിലുള്ള സോളമൻ എന്നൊരു കിങ്ങുണ്ട്. ആ രാജാവിന് ഖുറാനിൽ പറയുന്നത് അതിന് തത്തുല്യ കഥാപാത്രത്തിന് സുലൈമാൻ. ഞങ്ങൾ ഇത് ബൈബിളിലെ അതേ കഥാപാത്രം ഒന്നും പറയുന്നില്ല, കോപ്പി അടിച്ചു വന്നപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ സുലൈമാൻ ചെയ്ത ഒരു കാര്യം കേട്ട വലിയ മുമ്പ് പറഞ്ഞ സബായൻസ് ഉണ്ടല്ലോ, യോവിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഷേബായർ. ഈ ഷേബായർ വലിയൊരു കിങ്ഡമാണ്, വലിയ ധനാഢ്യരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. ഈ ഷേബായൻ എന്ന് പറയുന്ന ഈ ജനസമൂഹം എനിക്കൊന്ന് ദക്ഷിണ അറേബ്യൻ ഭാഗത്താണെന്ന് തോന്നുന്നു, തെറ്റിപ്പോയി ക്ഷമിക്കണം, ഞാൻ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. ഈ ഭാഗത്തേക്ക് ഉള്ള ഷാബായൻ ഭരണകൂടം ആകണം, അതെ, ഈ ഷബായൻ ഭരണകൂടം. അവിടെ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. ആ രാജ്ഞിയെ നമുക്കറിയാലോ, ഷേബാ രാജ്ഞി. ഈ ഷേബാ രാജ്ഞിയെ ഇതിൽ പറയുന്നത് ബിൽക്കീസ് എന്നൊരു പേരിലാണ്. ഈ ബിൽക്കീസ് വിഗ്രഹാരാധിയായിരുന്നു, ഒപ്പം അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് തെറ്റാണ്. അവിടെ അള്ളാഹു എന്ന് പറഞ്ഞ ഒരാളിനെ തന്നെ പരിചയമില്ല, അത് വേറെ മേഖലയാണ്. അവിടെ സൂര്യനെ, ചന്ദ്രനെ, അസ്താറിനെയാണ് ആരാധിച്ചു പോരുന്നത്. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ അസ്താർ എന്ന് പറയുന്ന ഒരു ഗോഡിനെയാണ് ആരാധിച്ചിരുന്നത്. സൂര്യനെ ആരാധിച്ചിരുന്നു അവരെന്നുള്ളതിന് ഖുറാനിൽ തന്നെ തെളിവുണ്ട്. അതാണ് വേറെ രസകരമായ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവർക്ക് അരികിലേക്ക് ഇദ്ദേഹം ഒരു മരംകൊത്തിയെ സന്ദേശവാഹകനായിട്ട് അയച്ചു. കാരണം അദ്ദേഹത്തിന് പക്ഷികളുടെ ഭാഷ അറിയാം, ഒന്ന് മരംകൊത്തി അയച്ചു. മരംകൊത്തിയെ കാണാതെ വന്നപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായപ്പോൾ മരംകൊത്തി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കൂടെ ഇവിടെ വന്നു കിടന്ന് പറഞ്ഞു. മരംകൊത്തി പറഞ്ഞനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് ഈ ബിൽക്കീസ് കൊട്ടാരത്തിലേക്ക് വരിക, പാരിതോഷികമൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ പറഞ്ഞപ്പോൾ പാരിതോഷികമൊന്നും വേണ്ട, ഇസ്ലാം സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഇസ്ലാം അതിന് മുമ്പേ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്, സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ഇവർ ഈ സ്ഫടികതുല്യമായ പ്രതലം കണ്ടിട്ട് അവരുടെ ഈ ഉടുത്തിരുന്ന ആ ചേല അല്ലെങ്കിൽ സാരി അല്ലെങ്കിൽ ആ മുണ്ടെന്തോ അതിങ്ങനെ പൊക്കി കൊടുത്ത ഒരു സ്ത്രീ വരിക. അപ്പോൾ സോളമൻ പെട്ടെന്ന് പറഞ്ഞു, നിനക്ക് സ്ഥലം മാറിപ്പോയി, ഇത് വെള്ളമല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ലജ്ജ തോന്നി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാപ്തിയും പ്രൗഢിയും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് കൊട്ടാരമടക്കം ഇദ്ദേഹം ഇവിടെ ഇത് കൊണ്ടുവന്നു. അതായത് യമനിലിരുന്ന കൊട്ടാരം ജിന്നുകളുടെ ശക്തി കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്യാനും ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ജിന്നുകളുണ്ടായിരുന്നു. ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ നടന്ന? അങ്ങനെയാണെങ്കിൽ ഈ ജിന്നുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ചരിത്രകാരൻ എഴുതി വെച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നു സുഹൃത്താ, നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? എന്തെല്ലാം അബദ്ധമാണ് ഇതിൽ കിടക്കുന്നത്? ജിന്നുകൾ വന്നിട്ട് ഈ കൊട്ടാരം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചെന്നും ഇതൊക്കെ അറേബ്യൻ കഥകളിലെ സംഭവങ്ങളല്ലേ? ആ കഥയെല്ലാം അപ്പാടെ പകർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ കൺമുമ്പിൽ നടന്നൊരു കാര്യം ചരിത്രം എത്രയോ പുരോഗമിച്ചു, ആ കാര്യമൊക്കെ രേഖപ്പെടുത്തി വെക്കുമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ? അതൊന്നും കാണുന്നില്ല. ഇത് വെറും കെട്ടുകഥയാണ്. ഇതുപോലെ ബൈബിൾ സംഭവങ്ങൾ ആ ബൈബിളിലൊരു വ്യക്തി എടുത്തിട്ട് ഒരമാനുഷികത സൃഷ്ടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ചോദ്യം, ബൈബിൾ കോപ്പി അടിച്ചെങ്കിൽ അപ്പാടെ ഇരിക്കണ്ടേ? അതാണ് രസം. ഒരിക്കൽ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടി, അക്ബർ സാഹിബിന് മനസ്സിലാകാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ എങ്ങനെ കോപ്പി അടിച്ചു എന്നുള്ളതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, അവൻ കഠിനാധ്വാനം ചെയ്ത് ഈ കെമിസ്ട്രിയുടെ പരീക്ഷ എഴുതുകയാണ്. കെമിസ്ട്രിയുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവൻ്റെ അടുത്തൊരു പയ്യനിരുന്നു. അവനങ്ങൊന്നും അറിയില്ല. അവനെന്ത് ചെയ്തു വെച്ചാൽ ഈ അടുത്ത പേപ്പർ നോക്കി ഇങ്ങനെ എഴുതി, അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മറ്റവൻ്റെ പേപ്പർ നോക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് ചോദ്യം. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെ? ചോദ്യം ഇതാണ്. അപ്പോൾ നന്നായി പഠിക്കുന്ന ആൾ അവൻ എന്ന് എഴുതി ആ പരീക്ഷണം എഴുതാൻ പോവാണ്. ഒരു ബീക്കറിൽ അല്പം ജലം എടുക്കുക, ഞാൻ ആസിറ്റീസ് അങ്ങനെ പറയല്ല, ഒരു ബീക്കറിൽ അല്പം ജലം എടുക്കുക. അവിടെ സിങ്ക് തരികൾ വേണം, അതുപോലെ ഒരു ഫ്ലാസ്ക് വേണം, ഒരു കോണിക്കൽ ഫ്ലാസ്ക്, അവിടെ എനർജി കിട്ടാനുള്ള സൗകര്യങ്ങൾ വേണം. ഇത്രയൊക്കെ ഇദ്ദേഹം എഴുതിയിട്ട് അടുത്ത പേജിലേക്ക് കയറുമ്പോൾ ഈ പേജ് മറിഞ്ഞു പോയി.
അപ്പോൾ നമ്മുടെ ഇപ്പുറത്തിരുന്ന കക്ഷിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. കോണിക്കൽ ഫ്ലാസ്കിനെ കുറിച്ച്, ഒരു ബീക്കറിൽ ജലം എടുക്കുന്നതിനെക്കുറിച്ച്, ഒരു സിറിഞ്ച് കരുതി വെക്കുക, ഇതിനെക്കുറിച്ചുമൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം എഴുതിയപ്പോഴേക്ക് യഥാർത്ഥത്തിൽ എഴുതിയവൻ്റെ അല്ലെങ്കിൽ മൂലകൃതിക്കാരൻ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് അത്രയും കിട്ടി, ആദ്യം പറഞ്ഞ അത്രയും കിട്ടി. എന്താ, കോണിക്കൽ ഫ്ലാസ്ക് എടുക്കണം, സിങ്ക് തരികൾ വേണം, അതുപോലെ തന്നെ അനുബന്ധമായ ഇന്നിന്ന എക്യുപ്മെൻറ്റ്സ് വേണം. ഇത്ര എഴുതിയപ്പോഴത്തേക്ക് കൈമറിഞ്ഞു പോയി. കാരണം അവൻ മറ്റൊരു ശ്രദ്ധിക്കുന്നില്ല, അവൻ അടുത്ത പേജിലേക്ക് കയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പേപ്പറിൻ്റെ മറ്റേ സൈഡിലായി. നമ്മുടെ വിദ്വാൻ ഒട്ടും വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്തിനധികം പറയുന്നു, ഒടുവിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി. എങ്ങനെയുണ്ട്? ഈ വിധത്തിലാണ് കോപ്പി വന്നത്. ആസിറ്റീസ് കോപ്പി അടിച്ചു എന്നല്ല പറഞ്ഞു. ആസിറ്റീസ് കോപ്പി അടിച്ച് എന്ത് മനോഹരമായിരുന്നത്. മറിച്ച് ഇത്രയും വൃത്തിഹീനമായ കഥകളും അധർമ്മങ്ങളും അതിന് കൂട്ടുനിൽക്കുന്ന ഒരു പരമകാരുണ്യവാനൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. തൻ്റെ സ്വന്തം സുഖലോലുപതയ്ക്ക് വേണ്ടി കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം എടുത്തിട്ട് അവർക്കൊരു പുതിയ ഭാഷ്യവും കഥയും ഒക്കെ ചമച്ച് ആളുകളെ, അന്നത്തെ മനുഷ്യരെ, ഇന്നത്തെ മദ്രസാ ജീവികൾക്ക് ആ വിവേചന ശക്തിയില്ല. അപ്പോൾ അന്നത്തെ അറബികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എതിരെ പറയുന്നവൻ്റെ തലയെറിയും. എത്ര കവികളെ നശിപ്പിച്ച് കളഞ്ഞു, എത്ര ചിന്തകന്മാരെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കൃതി ബൈബിളിൻ്റെ അന്ന് അക്കാലഘട്ടത്തിലുള്ള മറ്റ് പല സാഹിത്യ കൃതികളുടെ, ഇമ്രാവുൽ കെയ്സിനെ പോലുള്ള കവികളുടെ കവിതയുടെ കോപ്പി, ഗാലനെ പോലെയുള്ള വൈദ്യശാസ്ത്രകാരന്മാർ അന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രപരമായ നിഗമനങ്ങൾ, പിൽക്കാല അബദ്ധങ്ങളുടെ ആസിറ്റീസായ എഴുത്തുകൾ ഒക്കെ ഇതിൽ കാണാം. വളരെ ബോധപൂർവം ഞാൻ വീണ്ടും ആരോപിക്കുന്നു, ഇദ്ദേഹം പറഞ്ഞ ചരിത്ര നിരീക്ഷണം തെറ്റ്. അദ്ദേഹം പറയുന്ന അള്ളാഹു കൊടുത്തു എന്നുള്ള ആ ചിന്ത സർക്കുലേറ്റിംഗ് ആർഗ്യുമെൻറ്റിൻ്റെ കുരുക്കിൽ പെട്ടുകിടക്കുന്നു, ഊരാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരുവൻ സ്വയമേ ക്ലെയിം ചെയ്യുന്നു ഞാൻ പ്രോഫറ്റാണ്, എന്നിട്ട് അദ്ദേഹം ഒരു കൃതിയിൽ പറയുന്നു അത് അള്ളാഹുവിൻ്റെ വചനമാണ്. ആ കൃതി കൊണ്ട് തൻ്റെ അസ്തിത്വത്തെ ഉറപ്പിക്കുക, തൻ്റെ പ്രവാചകത്വത്തെ ഉറപ്പിക്കാൻ ഒരു കൃതിയുടെ പിൻബലം, ആ കൃതിക്ക് ആധികാരികത കൊണ്ടുവരാൻ തൻ്റെ വാക്കിൻ്റെ പിൻബലം. ഇങ്ങനെയാണെങ്കിൽ ആർക്കും പ്രവാചകനാകത്തില്ലേ? ആർക്കും പ്രവാചകനാകാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. തീർച്ചയായിട്ടും ക്രിസ്തു പ്രവാചകനായിരിക്കുന്നത്, ക്രിസ്തു ദൈവപുത്രനായിരിക്കുന്നത്, ക്രിസ്തു ഞങ്ങളുടെ ആരാധ്യ വിഷയമായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മാത്രം വാക്കുകളിൽ അന്തർലീനമായ ഒരു കാഴ്ചപ്പാടിനെ ആധാരമാക്കിയല്ല, മറിച്ച് പ്രവാചക ശ്രേഷ്ഠന്മാർ ക്രിസ്തുവിന് മുമ്പ് എത്രയോ വാക്കുകൾ യേശുവിനെക്കുറിച്ച് അരുളി, യേശുവിൻ്റെ കാലഘട്ടത്തിൽ എത്രയോ പേരരുളി, അവൻ്റെ ക്രൂശീകരണ സമയത്ത് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറയത്തക്ക വിധത്തിൽ പരിതസ്ഥിതി എത്രയോ ശക്തമായി മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇത്രയും അബദ്ധം പറയരുത്. ബൈബിളിൻ്റെ അന്ധമായ അനുകരണമാണ് ഖുർആനെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, മറിച്ച് ബൈബിളിനെ അനുകരിച്ച് അതിലെ കഥാപാത്രങ്ങൾക്ക് ചില ചിത്രകഥകളിലെ ഭാവനാജീവികളോട് സമരസപ്പെടുത്തിക്കൊണ്ടുള്ള കഥകൾ, ഉദാഹരണം സോളമൻ്റെ കഥ തന്നെ, അങ്ങനെയുള്ള കഥകൾ, അന്നത്തെ കാലത്തെ കവികൾ പാടിയ പാട്ടിൻ്റെ ഉള്ളടക്കങ്ങൾ, അങ്ങനെയുള്ള ചില കഥകൾ അല്ലാതെ ഇതിനുള്ളിൽ പ്രത്യേകിച്ചൊരു ഉള്ളടക്കവുമില്ല. അതെവിടെയും സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ദാവാ പ്രഭാഷകർ, പ്രിയപ്പെട്ട ഇസ്ലാമിക സുഹൃത്തുക്കൾ, നിങ്ങൾ അകപ്പെട്ടു പോയ ഇത്തരത്തിലെ പ്രതിസന്ധിയിൽ പരിതപിക്കുക. നിങ്ങൾ സത്യസന്ധമായ വസ്തുതകളെ കാണാനും വീക്ഷിക്കാനും തയ്യാറെടുക്കുക. ഒന്ന് പറഞ്ഞു നിർത്തട്ടെ, നിങ്ങൾക്ക് ഗുരുതര അബദ്ധം പറ്റിയിരിക്കുന്നു. നിങ്ങളുടെ കൃതിക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. നിങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച ആ ജീവിതചര്യ അനുകരിക്കാൻ കൊള്ളാത്ത വിധം അധമമായി പോയിരിക്കുന്നു. അത് കാലികമായ ഒരു സന്ദേശവും തരാത്തതായിരിക്കുന്നു. അതിൽ രക്തച്ചൊരിച്ചിലിൻ്റെയും ചോരയുടെ ഗന്ധത്തിൻ്റെയും അതുപോലെ സ്ത്രീ താൽപര്യതയുടെയും സുഖലോലുപതയുടെയും അത്തരം ആകാംക്ഷകളുടെയും ഒരു ലോകത്ത് ലൈംഗികത, പുരുഷൻ്റെ മാത്രം, അത് പുരുഷൻ്റെ എന്ന് പറഞ്ഞാൽ പോരാ, മുഹമ്മദിൻ്റെ മാത്രം ലൈംഗിക താല്പര്യങ്ങളെ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ആയത്തിറക്കാൻ കൂലിക്ക് നിൽക്കുന്ന ഒരു ദിവസക്കൂലിക്കാരനായിട്ട് അള്ളാഹു ഒതുങ്ങുന്ന ദയനീയ കാഴ്ച നമുക്ക് കാണാം. ഒരല്ലാഹുവിന്, ഒരു പരമകാരുണ്യവാന്, ഒരു പ്രപഞ്ചനാഥന് ഒരു മനുഷ്യൻ്റെ കല്യാണ കാര്യങ്ങളിൽ 6 വയസ്സുള്ള കുട്ടി മുതൽ 60-70 വയസ്സുള്ള സ്ത്രീകളോട് ലൈംഗിക പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരുവൻ്റെ തോന്നലുകൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കുക എന്ന് പറയുക, അത് മഹത്തരമാണെന്ന് ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കുക. അതിനുവേണ്ടി ഇതര കൃതികളെ എപ്പോഴും ആക്ഷേപിച്ചും വിമർശിച്ചും കൊണ്ടിരിക്കുക എന്ന കല പ്രിയപ്പെട്ട അക്ബർ സാഹിബും കൂട്ടരും ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധി. ഒന്നുകൂടെ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ബൈബിളിലെ പല പ്രവാചകന്മാരും അവരുടെ പരിശുദ്ധി സൂക്ഷിച്ചവരല്ല. അങ്ങനെയല്ല ബൈബിൾ അവരെ അവതരിപ്പിക്കുന്നത്. മറിച്ച് ഖുർആൻ ഭയങ്കര പരിശുദ്ധമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ബൈബിളിലെ ഒരു പ്രവാചകനായ ദാവീദിന് ഖുർആൻ നല്ല ഒരു പരിഗണന കൊടുത്തു. പക്ഷേ ബൈബിളിൽ കാണുന്നത് അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് ആസക്തി തോന്നി, ഊര്യാവിൻ്റെ ഭാര്യ. അത് വസ്തുതയാണ്. ആ മനുഷ്യന് തെറ്റിപ്പോയി എന്ന് തന്നെയാണ് നമ്മുടെ നിരീക്ഷണം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് തെറ്റിപ്പോയി, സോളമന് തെറ്റിപ്പോയി.
ഒരു പ്രവാചകൻ അപ്രമാദിത്വം ബൈബിൾ കൽപ്പിക്കുന്നില്ല. ഇവർ മറ്റൊരു കാര്യം, ലോത്ത് നബിയുടെ, ലൂത്ത് എന്നാണ് പറയുക, ഈ ലൂത്ത് നബിയുടെ 2 മക്കൾ, അയാളിൽ മക്കളുണ്ടാകുന്ന ആ കഥ, അതൊക്കെ ആക്ഷേപപരമായി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ലോത്ത് നബി വല്ല കാര്യമാണോ? ഞങ്ങൾക്ക് അങ്ങനെ നബി പോലും ഇല്ല. ലൂത്ത് നബി, ലോത്തെന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്നാണ്. അങ്ങനെയാണ് കാഴ്ചപ്പാട്. നിങ്ങൾ ഈ കണ്ടവരെല്ലാം നബിയാക്കിയത് ആരോട് ചോദിച്ചിട്ടാണ്? ആരുടെയെങ്കിലും പെർമിഷൻ നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ ഈ കണ്ട മനുഷ്യരെ, ബൈബിളിലെ ഇത്തരം ആളുകളെ മുഴുവൻ നബിയാക്കിയിട്ട് അപ്രമാദിത്വം കൽപ്പിക്കുക, അവരിലെ തെറ്റുകൾ എടുത്ത് പറയുക. അവരിലെ തെറ്റുകൾ ബൈബിൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ തെറ്റിപ്പോയി എന്ന് പറയാൻ ചില അധ്യായങ്ങൾ തന്നെ നീക്കി വെച്ചില്ലേ? അപ്പോൾ അവരുടെ പരിശുദ്ധി സൂക്ഷിച്ചല്ല ബൈബിൾ സംസാരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ ഭയങ്കര പരിശുദ്ധിയല്ലേ? മുഹമ്മദിൻ്റെ ആ പരിശുദ്ധിയുടെ ശ്രേഷ്ഠത എന്താ സുഹൃത്തെ? നിങ്ങൾ ഏത് ലോകത്താണ്? എന്താ ഈ പരിശുദ്ധിയുടെയൊക്കെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ തന്നെ പറയൂ. അതുകൊണ്ടല്ലേ ആയിഷയ്ക്കൊരിക്കൽ മുഹമ്മദിനെ ട്രോളേണ്ടി വന്നു. എന്താ ട്രോളിയെന്നറിയണ്ടേ? അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതിൽ അങ്ങയുടെ നാഥൻ വല്ലാതെ ധൃതിപ്പെട്ട് കാണുന്നു. ഇത്തരം ട്രോളുകളുടെ പെരുമഴയല്ലേ അതിൽ കാണുന്നത്. ഇത്തരം ഒത്തിരി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊരു വിശ്വാസത്തെ സമൂഹമധ്യേ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അഭിമാനം തോന്നണ്ടേ? ഇതിപ്പോൾ നിങ്ങൾ വിഷമിക്കല്ലേ? നിങ്ങളോട് ക്രൈസ്തവ ലോകം ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ നിങ്ങളൊന്നീ തലവെട്ടുക, കാലുവെട്ടുക, അല്ലെങ്കിൽ ദേ പ്രവാചകനെ നിന്ദിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കയറിപ്പോകേണ്ടി വന്നുകൊണ്ടാണ് ഈ വൃത്തികെട്ട ജീവചര്യകൾ അവലംബിച്ചത് കണ്ടല്ലേ? അതുകൊണ്ട് പരിശുദ്ധമായൊരു ജീവിതത്തിൻ്റെ വഴി ഇതല്ല, ശ്രേഷ്ഠമായൊരു ജീവിതത്തിൻ്റെ വഴി ഇതല്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനവും എന്നരുളിയ യേശുവിൻ്റെ വഴിയിൽ ഇത്തരം മ്ലേച്ഛതയ്ക്ക് സ്ഥാനമില്ല. അവിടെ ഇത്തരം ഏറ്റുമുട്ടലുകൾക്ക് സ്ഥാനമില്ല. ഇവിടെ അപകരിച്ചുകൊണ്ട് വരുന്ന ഒരുവൻ്റെ ഭാര്യയെ സ്വീകരിച്ച് സ്വന്തമാക്കുന്ന പ്രവണതയ്ക്ക് യാതൊരു പരിഗണനയില്ല. അവിടെ ഒരു സ്ത്രീ തൻ്റെ ശരീരം ദാനം ചെയ്യാൻ വരിക എന്നത് വ്യഭിചാരവും മ്ലേച്ഛവുമായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു കൊച്ചുകുട്ടിയോട് കാണിക്കുന്ന ആസക്തി ഭീകരമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ക്രൈസ്തവർക്ക് ലോകത്തോട് പറയാനുള്ള ഉദാരവും മഹത്തരവുമായ ഒരു ധാർമ്മിക ബോധമുണ്ട്. ആ ധാർമ്മിക ബോധത്തെ നിങ്ങൾ നഖശികാന്തം വിമർശിച്ചിട്ട് മനുഷ്യരാശിയെ നയിക്കുന്നത് ഏതിരുട്ടിൻ്റെ നരകത്തിലേക്കാണ്. പൈശാചികമായ കിരാതമായ ആ നരകത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ മുഴുവൻ നയിക്കുന്ന ഇത്തരം വ്യഭിചാര ആത്മാവ്, ഇത്തരം തെറ്റായ ആത്മാവ്, ഇത്തരം തെറ്റായ വഴി നടത്തൽ, അത് ഭീകരമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഒരു പൗരനെന്ന നിലയിൽ ആ ജീവിതം ആസ്വദിക്കുന്നതിനോ നിങ്ങളുടെ രൂപത്തിൽ പോകുന്നതിനോ നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനോ ഞങ്ങൾ എതിരല്ല. പക്ഷേ ഞങ്ങളുടെ കൃതികളെ ആക്ഷേപിച്ചും അതിലെ കുറവുകൾ കണ്ടുപിടിച്ചും വിമർശിക്കാനാണ് നിങ്ങൾ ഇനിയും ഭാവമെങ്കിൽ തിരിച്ചടി വരുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല, ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ കാരണം ഞങ്ങളുടെ പക്കലുള്ള പ്രമാണത്തിൻ്റെ സംശുദ്ധി, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ 7 അയലത്ത് വരാൻ പോലും യാതൊരു യോഗ്യതയുമില്ലാത്ത അനീതിയുടെ, അക്രമത്തിൻ്റെ, സ്ത്രീ താല്പര്യങ്ങളുടെ ഒരു മഹാസാഗരമല്ലേ ഇത്. അതിനു പകരം കൃപയുടെ കരുണാക്കടലായ യേശുക്രിസ്തുവിൻ്റെ പാതാരബിന്ദങ്ങളിലേക്ക് ഞാൻ അക്ബർ സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. അതിന് അങ്ങയ്ക്കും കൂട്ടർക്കും എന്നെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദിവ്യമായ ബോധവും ബുദ്ധിയും പരിജ്ഞാനമൊക്കെ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിഭവമോ പിണക്കമോ അല്ല ഇങ്ങനെ പറയാനുള്ള മാനദണ്ഡം. നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന സത്യം സ്ഥാപിച്ച് ഉറപ്പിച്ചു പറയാൻ ഒരവസരം കൂടി ഇങ്ങനെ നൽകിയത് അക്ബർ സാഹിബിൻ്റെ ഈ പ്രതികരണമാണ്. അതിനോട് ഇങ്ങനെ പ്രതികരിച്ച് നിർത്തുന്നു. ദൈവം അങ്ങയെയും അങ്ങയുടെ സമൂഹത്തെയും അനുഗ്രഹിക്കട്ടെ. എന്നെങ്കിലും ഒരിക്കൽ സത്യത്തിൻ്റെ പരിജ്ഞാനം അങ്ങും പ്രാപിപ്പാൻ സർവശക്തൻ കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.